നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോതിരമില്ലാതെ എങ്ങനെ വിവാഹം നിശ്ചയം നടത്തിവെക്കാന്? മംഗലശ്ശേരിയിൽ ഇനി നടക്കാൻ പോകുന്ന നാടകം അതാ. ആ മോതിരം തന്നെയാണോ അവൾ അടിച്ചു മാറ്റാൻ പോകുന്നത്? അതുറപ്പാണോ? നടക്കുന്ന കാര്യം വല്ലോ നീ പറകൂരി. ഏട്ടൻ എന്താ അതിലൊരു സംശയം? നീ നിരാശയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ബാഗിൽ നിന്ന് ആ മോതിരം കിട്ടിയില്ലെങ്കിലോ? മോതിരം ബാഗിൽ തന്നെ ഉണ്ടാവും. നിശ്ചയത്തിന് ധരിക്കുന്ന മോതിരം കണ്ട അവക്കറിയില്ലേ? എന്ത് വില കൊടുത്തും സുനന്ദ അത് കൈക്കലാക്കും. ഏട്ടൻ അയാളെ വിളിച്ച് റെഡിയായി നിൽക്കാൻ പറ. മോതിരം സുനന്ദയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഏട്ടാ, സുനന്ദയുടെ കോൾ വെയിറ്റിംഗ്. ഏട്ടൻ വെച്ചോ. ശരി. എന്തായി മാഡം? ഓപ്പറേഷൻ സക്സസ്. നിശ്ചയത്തിന്റെ മോതിരം എന്റെ കയ്യിലുണ്ട്. അല്ല, മോതിരം നഷ്ടമായ വിവരം അവരറിഞ്ഞോ? അറിഞ്ഞു. അല്ല, അടുത്ത നീക്കം എന്താ? മോതിരം നഷ്ടമായതറിഞ്ഞ് ഗോവിന്ദും അവന്റെ അമ്മാവനും ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നീ വെച്ചോ, ഞാനേ ഏട്ടനെ വിളിച്ച് വിവരം പറയട്ടെ. പിന്നെ നിഴൽ പോലും മംഗലശ്ശേരിയിലെ മുക്കിലും മൂലയിലും നിന്റെ സാന്നിധ്യം ഉണ്ടാവണം. വിളിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ മെസ്സേജ് ഇടണം. അങ്ങനെ ചെയ്യാം മാഡം. ശരി. സമയം വൈകി, വേഗം വാ. ഏത് ജ്വല്ലറിന്നാ ആദ്യം മോതിരം വാങ്ങിയത്? അവിടെ തന്നെ പോവാ. അത് നമ്മുടെ ജംഗ്ഷൻ അടുത്തുള്ള ജ്വല്ലറിയാ. നീ വാ വാ. പറകൂരി, എന്തായി നീക്കങ്ങൾ? വല്ല പ്രതീക്ഷയുണ്ടോ? ഗോവിന്ദും അവന്റെ ഒരു റിലേറ്റീവും കൂടി മോതിരം വാങ്ങാൻ ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? ആശ്ചര്യപ്പെട്ട് നിൽക്കാനുള്ള സമയമല്ലിത്. ഏട്ടൻ ആ ഗുണ്ടയെ വിളിച്ച് അവരെ ഫോളോ ചെയ്യാൻ പറ. പിന്നെ ഗോവിന്ദിന്റെ ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ സെറ്റാ. അവനെ ഒന്ന് പുറത്ത് കിട്ടിയാ മതി. അഗ്നി കണ്ട് പറന്നു വന്ന പ്രാണിയാ ഗോവിന്ദ്. അവനില്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എന്ത് ചെയ്യാം, മരിക്കാൻ തന്നെയാ അവന്റെ വിധി. തീർക്കാൻ തന്നെ പറയട്ടെ. ഒന്നും നോക്കാനില്ലെന്ന് ഏട്ടൻ പറഞ്ഞേക്ക്. ശരി. തീയിലേക്ക് പറന്നു വന്ന കത്തിച്ചാരമാവാതെ എന്ത് ചെയ്യും? പാവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.